എന്തു പറഞ്ഞാലും അതിലൊരു നെഗറ്റീവ് കമന്റ് ഇടും. മനസ്സിലായില്ലേ? അപ്പൊ ആ നമ്മളുടെയൊക്കെ എന്താണ് ആ ഭഗവാനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ പരമമായിട്ടുള്ള പ്രീതി നേടുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യജന്മങ്ങളുടെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അപ്പൊ രാധാകൃഷ്ണന്മാരുടെ പ്രീതി നേടിയെടുക്കാനുള്ള പരമമായിട്ടുള്ള ധർമ്മം അല്ലെങ്കിൽ പരമമായിട്ടുള്ള ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ യദുകുലത്തിൽ വന്നിട്ടുള്ള ഇപ്പൊ എത്ര പേരുണ്ട്? 128 129 ഗോപിമാരുണ്ട്. ഇവർക്കും എല്ലാവർക്കും സാധിക്കട്ടെ. അങ്ങനെ നമ്മുടെ യദുകുലത്തിലെ എല്ലാ ഗോപന്മാർക്കും ആ ഭഗവാന്റെ രാധാസമേതനായിരിക്കുന്ന കൃഷ്ണ ഭഗവാന്റെ ആ പ്രീതി നേടാൻ സാധിക്കട്ടെ എന്ന് ഞാനും പറയുകയാണ്. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയാൻ അല്ലെങ്കിൽ ഈ കഥകൾ നമ്മളെ ആ ഭഗവാന്റെ ആ ദർശനത്തിലേക്ക്, ആ വൈകുണ്ഠ ദർശനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. ആ ഗോപന്മാർക്ക് എന്താണോ ഭഗവാൻ കൊടുത്തത്, അവരെന്ത് ഫീലാണോ അവർക്ക് അവസാനം കിട്ടിയത്, അതേ ഫീല് നമ്മുടെ ഈ യദുകുലത്തിലെ എല്ലാ ഗോപന്മാർക്കും ഭഗവാൻ കടാക്ഷിച്ച് നൽകട്ടെ എന്ന് ഞാൻ പറയുന്നു. നമ്മൾ പറയാറില്ലേ, കണ്ണ